അതും നല്ല സ്മൂത്ത് ആയിട്ട് ചേച്ചി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും അടി നടന്നിട്ട് ചേച്ചി ഇത് ടാസ്കിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ ചേച്ചി ഇപ്പൊ ഇവരോട് പോവാൻ റെഡിയാണോ? ഗംഭീര അഭിനയായിരുന്നു. അത് ഇവരെയല്ല പറയേണ്ടത്, രണ്ടാം വിളിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അതെ അതെ അതെ, അടുത്ത കളത്തിൽ മുൻപ് സ്ഥാനം ഉറപ്പാണ് മനുഷ്യ. ഇത് വേറെ ആർക്കും വരാതെ കറക്റ്റ് ബബിതയ്ക്ക് തന്നെ ഒരു പബ്ലിക് സാധനം കയറി വന്നു. രണ്ട് പ്രോബ്ലം നടക്കില്ലേ, ആരെങ്കിലും സോഫ്റ്റ് ആയിട്ട് മാറണം. മെയിൻ പാർട്ട് ബബിതയ്ക്കായിരുന്നു, വേറെ ആരും അല്ല മെയിൻ റോൾ പ്ലേ ചെയ്തു. Jai Hind TV, for the family, for the nation. ബബിത, നന്നായിരുന്നു. എന്തായാലും ശരിക്കും ഞെട്ടി. ശരിക്കും റോക്കിംഗ് ഷോക്ക് തന്നെയായിരുന്നു. തീർച്ചയായും ഇവരൊന്നും നമ്മൾ ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാം. ആരാ ചോദിക്കാൻ പോകുന്നത്? ചോദിച്ചോളൂ അനിത. ബബിത എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താന്ന് വെച്ചാലേ അവരെ ആക്സിഡന്റ് ആയ ആൾക്കാരെ ആദ്യം കാണണമെന്ന് പറഞ്ഞല്ലോ. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയിന്റ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. അതിലത്തെ ആ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ രണ്ട് ജീവനാണ് അവിടെ വില കൽപ്പിച്ചത്. ഡെഫിനറ്റ്ലി ആണ്. എന്തായാലും ജഡ്ജസിൻ്റെ അടുത്ത് കമൻസ് ചോദിക്കാം. കൃഷ്ണകുമാറേട്ടാ, ഈ ചില ഭാഗ്യ സമയങ്ങളിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകും. കൃത്യമായിട്ട് അത് തന്നെ ചോദിക്കും. ഇത് വേറെ ആർക്കും വരാതെ കറക്റ്റ് ബബിതയ്ക്ക് തന്നെ ഒരു പബ്ലിക് സാധനം കയറി വന്നു. ഇതിൽ പരം ബബിത സന്തോഷിക്കാൻ പറഞ്ഞു. കാരണം ബബിതയ്ക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടതില്ല, നാച്ചുറലായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ക്യാമറ മുമ്പിലങ്ങ് ചെയ്തു. അതാണ് നടന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ബബിതയ്ക്ക് രാഷ്ട്രീയത്തിൽ അസാമാന്യ സാധ്യത ഉണ്ട്. എന്താവുന്നും കൂടി പറയാം. MLA മന്ത്രിയൊന്നുമല്ല, കേരള നിയമസഭയുടെ സ്പീക്കർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ടുപേരെയും വേണം. എന്നാൽ രണ്ടുപേരുടെ ഭാഗത്ത് അന്യായമുണ്ട്, ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നറിയില്ല. എന്നിട്ട് അവസാനം അവർക്ക് കൺഫ്യൂഷനാണ്. ഞാൻ വിചാരിച്ച അവസാനം അവർ രണ്ടും കൂടി ചോദിച്ചിട്ട് ഇപ്പുറത്തെ ഒരാളെ മാറ്റും. കാരണം അവർക്കാകെ കൺഫ്യൂഷൻ, ആരുടെ ഭാഗത്ത് ആര് നിൽക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു 2 അടി ഗ്യാപ്പ് ഇടുന്നുണ്ടായിരുന്നു എപ്പോഴും ബബിത. ഗ്യാപ്പ് ഇട്ടാ പോകുന്നത്, അഥവാ അടി വന്നാലും നമ്മുടെ ദേഹത്ത് കൊള്ളത്തില്ല. അതുകൊണ്ട് കിട്ടിയ ടാസ്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വലിയ ഏറ്റവും വലിയ. കാരണം ഈ ഷോക്ക് അബ്സോർബർ ആവാൻ ലൈഫിൽ പറ്റണം. നമ്മളെപ്പോഴും റോട്ടിൽ കാണാറുണ്ട്. കാരണം 2 വശം ചേർന്ന് അടിച്ചുകൊണ്ടിരിക്കുക. നടുക്ക് ചെന്ന് സമാധാനിപ്പിക്കാനും 2 പേരെയും കുറേ ഷോക്ക് എടുക്കാനും. ഇത് പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിനകത്തൊരു ഗൗരവമായ സംഭവമുണ്ട്. നമുക്കൊക്കെ നമ്മൾ റോട്ടിൽ കാണുന്നുണ്ട്, എന്തെങ്കിലും ചെറിയൊരു വണ്ടി തട്ടും, ഒരു കാര്യവുമില്ല, വണ്ടിയിൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, 2 പേരും കൈ കാണിച്ച് കാർഡും കൊടുത്തിട്ട് ഷേക്ക് ഹാൻഡ് ഇത് കൊടുത്ത് പോകാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആകാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തോ എത്രയായിട്ട് മാറുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ഈ പ്രോഗ്രാം, നമ്മുടെ ഗൃഹലക്ഷ്മിയിൽ ഈ ടാസ്ക് ചിലപ്പോൾ ഒരു അവയർനെസ് കൂടി ആവാം. കാരണം ഒരാവശ്യമില്ല, നമ്മൾ റോട്ടിൽ കിടന്ന് അടി കൂടി അവസാനം എന്തുവാ, 2 കൂട്ടർക്കും ഇൻഷുറൻസ് വഴി കിട്ടും, സ്റ്റേഷനിൽ പോകും, പിന്നെ കുറേ സ്ഥലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോകും. ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് വണ്ടി തട്ടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൂടുന്ന നാട്ടുകാരും വലിയ വണ്ടിക്കിട്ട് അടിക്കാനല്ല പോകേണ്ടത്. അവിടെ എന്താണ് പരിഹാരം? ഒരു പ്രശ്നം സംഭവിച്ചു, ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത്, അല്ലാതെ പ്രശ്നം പിരിക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല സംഭവമാണ്. അതുകൊണ്ട് ഈ ഒരു ടാസ്ക് കാണുന്നവർക്ക് മറ്റുള്ളവർക്കും പറയാം, നമുക്കിത്രേ ഉള്ളൂ, ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നം വലുതാക്കുന്നതിനേക്കാൾ പരിഹാരത്തിന് വഴിയുണ്ടാക്കുക. അതിന് നല്ലൊരു എക്സാമ്പിളായിരുന്നു ഈ ഒരു ടാസ്ക്. ബബിത നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. രഞ്ജിത്ത് ചേച്ചി. ബബിത ചേച്ചി ആള് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരുന്നാലും ഒരു അസർട്ടീവ്നെസ് അവിടെ കണ്ടു. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. വളരെ നന്നായിരുന്നു. പിന്നെ ബിക്കോസ് 2 പ്രോബ്ലം നടക്കില്ലേ, ആരെങ്കിലും സോഫ്റ്റ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലം ഇന്നും കൂടും. അവിടെ വന്നിട്ട് നല്ല ജസ്റ്റിഫൈ ചെയ്തിട്ട് ഇപ്പുറത്തുമല്ല അപ്പുറത്തുമല്ല ഒരു കോംപ്രമൈസിൽ മുതത്തോട്ട് തുടങ്ങിയത്. പിന്നെ അത് എൻഡ് വരെ അങ്ങനെയാണ് കീപ്പ് അപ്പ് ചെയ്തത്. 6 സൈഡും സൈഡ് കൊടുത്തിട്ടില്ല ബബിത. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എക്സലന്റ് വർക്ക്. താങ്ക് യു. ചേച്ചി. സുനി മാം.
ബബിത വളരെ നന്നായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ആദ്യം അതായത് നമ്മളിപ്പോൾ ഒരു ടാസ്ക് ബബിതയ്ക്ക് കിട്ടി. ആ ഒരു നമ്മൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊരു തടസ്സം വരുമ്പം നമ്മൾ ശരിക്കും ഇറിറ്റേറ്റഡ് ആവും. ആ ഇറിറ്റേഷൻ വളരെ കുറച്ചാണ് ബബിത കാണിച്ചത്. പിന്നെ ആ പ്രോബ്ലത്തിലേക്ക് വരുമ്പം ആദ്യം മുതലേ ബബിത ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പാർട്ടാവുന്നുണ്ട്. എനിക്കും എൻ്റെ വീട്ടിൽ വന്നതാണ്, എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ്. യു വിൽ ബി എ സക്സസ്ഫുൾ വുമൻ ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് മാം. ഈ മാർക്സിലേക്ക് കടക്കാം. രഞ്ജിനി ചേച്ചിയോട് ചോദിക്കാം ആദ്യം. ഔട്ട് ഓഫ് 20 നല്ല വെൽ ഹാൻഡിൽ ചെയ്തു ആ പോർഷന്. അതുകൊണ്ട് എൻ്റെ മാർക്ക് 20. 20 ഔട്ട് ഓഫ് 20. ഞാൻ പറഞ്ഞില്ലേ ഗസ് ചെയ്ത് നോക്കാൻ. 21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 കിട്ടിയാനെ. കൃഷ്ണകുമാരേട്ടാ ഔട്ട് ഓഫ് 40. എൻ്റെ മാർക്സ് 39. 39 ഔട്ട് ഓഫ് 40. നല്ല മാർക്സ് ആണല്ലോ. സോണിയ മാം. ബബിത, ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ യുവർ പെർഫോമൻസ്. നന്നായിട്ട് ആ പ്രോബ്ലം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ശരിക്കും ഒരു എംപവേർഡ് വുമൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ബബിത എടുക്കാം. 39. Wow. So 39 out of 40 and total score 98 out of 100. താങ്ക് യു. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത ടാസ്ക് അതിനേക്കാളും ഗംഭീരമാവട്ടെ. ഗൃഹലക്ഷ്മിയുടെ മൂന്നാമത്തെ സ്റ്റേജിലുള്ള 2 റോക്കിംഗ് പെർഫോമൻസസ് ആണ് നമ്മൾ കണ്ടത്. സരിതയുടെയും ബബിതയുടെയും 2 ടാസ്കുകൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് റോക്കിംഗ് ഷോക്ക്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും 2 പുതിയ ടാസ്കുകൾ നമുക്ക് കാണാനുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം. Till we meet next time, this is Anuja Krishnan signing off. Krishna Kumar and Anuja's costume courtesy, Parthas, Trivandrum. Shalini's costume courtesy, Lakshmi Textiles and Readymades, Industrial Estate Junction, Palakkad. Jewelry courtesy for Ranjini and Anuja, Malabar Gold and Diamonds, Paravangadi, Trivandrum. Radio partners 92.7 Big FM. കുറച്ചുകൂടെ നമുക്ക് ഗെസ്റ്റേഴ്സ് ശരിയാക്കാം. മോളെ കുറച്ചുകൂടെ സിനിക്ക് റിലാക്സ് ചെയ്യിക്കായിരുന്നു. ഈ 4 പിള്ളേരെ ഡാൻസിനൊക്കെ ഒരുക്കി ഇട്ട് ഒരു ഹൈറ്റ് കുറഞ്ഞ് 5 അടിയായി പോയി. One of the beautiful place. ബേബീസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞ പോലെ അവന്റെ ദിവസമായി. നിങ്ങളുടെ എൻജോയ്മെന്റ് ഞങ്ങളിലേക്കും കുറേ പകർന്നു കിട്ടി. Lakshmi